വിജയ് മല്യയെ ഓർമ്മയുണ്ടാകുമല്ലോ അല്ലേ? കിങ്ഫിഷർ എയർലൈൻസിന്റെ മേധാവിയായും യുണൈറ്റഡ് ബ്രൂവറീസിന്റെ അധിപനായുമൊക്കെ ഇന്ത്യയിലെ ശതകോടീശ്വരനായി വിലസിയിരുന്ന ആഡംബര ജീവിതം നയിച്ചിരുന്ന വിജയ് മല്യ സാമ്പത്തിക തട്ടിപ്പിനെ തുടർന്ന് ഇന്ത്യയിൽ നിന്നും പലായനം ചെയ്ത് UK സ്ഥിരതാമസമാക്കിയ അതേ വിജയ് മല്യ ഇതാ ഇന്ത്യയിലേക്ക് തിരിച്ചു വരാൻ ഒരുങ്ങുകയാണ്. കേന്ദ്ര ഏജൻസികൾ തന്നെ പിടിച്ചകത്താലും കുഴപ്പമില്ല, ശബരിമലയിൽ താൻ നടക്കി വെച്ച 30 കിലോ സ്വർണം ചെമ്പായി പോയതിന്റെ ആധിയിലാണ് ഇപ്പോൾ വിജയ് മല്യ. മല്യയ്ക്ക് മാത്രമേ ആധിയുള്ളൂ, കാരണം അത് മല്യയുടെ സ്വന്തം പോക്കറ്റിൽ നിന്ന് കാശെടുത്ത് വാങ്ങിച്ചു നൽകിയ സ്വർണമായിരുന്നു. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനോ സംസ്ഥാന സർക്കാരിനോ ഒരാധിയുമില്ല. ദേവസ്വം ബോർഡ് പറഞ്ഞത് എന്താണ്? എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ വിശദീകരിക്കാനുണ്ടെങ്കിൽ അത് ഹൈക്കോടതി മുമ്പാകെ വിശദീകരിച്ചു കൊള്ളാമെന്ന്. ഇത്രയും വഴിവിട്ട് നിയമലംഘനങ്ങളും ഒക്കെ നടത്തിയിട്ട് ഹൈക്കോടതി മുമ്പാകെ വിശദീകരിക്കാമെന്ന ചങ്കൂറ്റമാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്. മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കം സർക്കാർ സംവിധാനങ്ങൾ മിണ്ടുന്നുമില്ല. വിജയ് മല്യ നൽകിയ 30 കിലോ സ്വർണത്തിൽ ഇനി എത്ര കിലോ ബാക്കിയുണ്ട്? സ്വർണത്തിൽ കുറവ് വന്നത് എന്തിനാണ് മൂടിവെച്ചത്? ഇതേപ്പറ്റി ദേവസ്വം ബോർഡെങ്കിലും ഒരു അന്വേഷണം നടത്താത്തത് എന്തുകൊണ്ട്? സ്വർണം കട്ടെടുത്ത അതേ പോറ്റിയെ വീണ്ടും ക്ഷണിച്ചു വരുത്തിയത് എന്തിന്? ഇതിന് ഉത്തരവാദികളായ ദേവസ്വം മന്ത്രിയും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റും രാജിവെച്ചൊഴിയണം. ഹൈക്കോടതി നിരീക്ഷണത്തിൽ ഈ സ്വർണ്ണക്കടത്ത് CBI അന്വേഷിക്കണം. അയ്യപ്പനോടുള്ള കപട ഭക്തി മൂർധന്യത്തിൽ നിൽക്കുമ്പോഴും പിണറായി വിജയന് മിണ്ടാട്ടമില്ല. അത് എന്തുകൊണ്ടാണെന്നാണ് ഒരു നിര ചോദ്യങ്ങൾ പ്രതിപക്ഷം ഉന്നയിക്കുന്നത്. പ്രതിപക്ഷ നേതാവ് VD സതീശൻ ആലുവ പാലസിൽ വെച്ച് ചോദിച്ച ചോദ്യങ്ങളാണ്. ആര് എവിടെ എങ്ങനെ ഉത്തരം നൽകുമെന്ന് കാത്തിരുന്ന് കാണണം. എന്തായാലും സ്വർണ്ണപ്പാളി വിവാദത്തിൽ UDF കടുത്ത പ്രതിഷേധത്തിനും പ്രത്യക്ഷ സമര പരിപാടികളിലേക്കും നീങ്ങുകയാണ്. പിന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റി സോണിയാഗാന്ധിയുമായി നിന്നൊരു ഫോട്ടോ എടുത്തത്, അതിനുള്ള VD സതീശന്റെ മറുപടി ഇതാണ്: ആർക്കും ആരുടെ കൂടെയും ഫോട്ടോ എടുക്കാം. സോഷ്യൽ മീഡിയയിൽ വരുന്ന എല്ലാ കാര്യങ്ങൾക്കും മറുപടി പറയാനാകില്ല. സത്യത്തെ തമസ്കരിച്ച് അസത്യ കുടിലല്ല കൊട്ടാരം കിട്ടിയാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വാഴുന്നത്. പടം എടുത്തിട്ടുണ്ടെങ്കിൽ അതിൽ സോണിയാഗാന്ധിക്ക് ശബരിമലയുമായി എന്താണ് കാര്യമെന്ന് സതീശൻ തിരിച്ചു ചോദിക്കുന്നു. പിന്നെ ശബരിമലയിൽ 98-ൽ UB ഗ്രൂപ്പ് ചെയർമാനായിരുന്നു വിജയ് മല്യ നൽകിയ 30 കിലോ സ്വർണത്തിൽ എത്ര കിലോ ബാക്കിയുണ്ടെന്ന് സംസ്ഥാന സർക്കാരും ദേവസ്വം ബോർഡും വ്യക്തമാക്കിയിരിക്കണം. 40 വർഷം വാറണ്ടിയുള്ള സ്വർണ്ണപ്പാളികൾ ഉൾപ്പെടെയുള്ളവ 2019-ൽ ശബരിമലയിൽ നിന്നും കൊണ്ടുപോയിട്ട് 40 ദിവസം കഴിഞ്ഞാണ് ചെന്നൈയിൽ എത്തിച്ചത്. ഇക്കാര്യം ഹൈക്കോടതി വിധിയിലുണ്ട്. ശബരിമലയിൽ നിന്നും കൊണ്ടുപോയ വിലപ്പെട്ട സാധനങ്ങൾ 40 ദിവസം എവിടെയായിരുന്നു? സ്വർണം അടിച്ചു മാറ്റുന്നുള്ള പ്രക്രിയയിലായിരുന്നോ അതോ പല സ്ഥലങ്ങളും കൊണ്ടുപോയി പൂജ നടത്താനുള്ള തത്രപ്പാടിലായിരുന്നു? ശബരിമലയിലെ പവിത്രമായ സ്വർണ്ണപ്പാടികൾ ചെന്നൈയിലെത്തിക്കാൻ 40 ദിവസം എടുത്തുന്ന ഹൈക്കോടതി വിധിയിലെ ആ പരാമർശം ഏറെ ദുരൂഹമാണ്. ചെമ്പ് പാളി മാത്രമാണ് ചെന്നൈയിൽ എത്തിച്ചതെന്നാണ് ഏജൻസി പറയുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റി ഇപ്പോൾ പറയുന്നത് സ്വർണം ഇവിടെ നിന്ന് അടിച്ചു മാറ്റിയും ചെമ്പാണോ കൊടുത്തുവിട്ടതെന്നും സർക്കാർ വ്യക്തമാക്കണം. സ്വർണം അടിച്ചു മാറ്റിയെന്നത് രഹസ്യമാക്കി ഒളിപ്പിച്ചു വെച്ച അതേ സംഘം അതേ വ്യക്തിയെ തന്നെ വീണ്ടും വിളിച്ചു വരുത്തി സ്വർണം പൂശാൻ ദ്വാരപാലക ശില്പപാളികൾ ഇളക്കിയെടുത്ത് നൽകിയത് ഗുരുതരമായ കുറ്റം തന്നെയാണ്. ഇതിന് ഉത്തരവാദികളായ ദേവസ്വം മന്ത്രിയും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റും അടിയന്തരമായി രാജിവെക്കണം. നിലവിലെ ദേവസ്വം മന്ത്രിക്കും മുൻ മന്ത്രി കടകംപള്ളി സുരേന്ദ്രനും 2 ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാർക്കുമെതിരെ കേസെടുക്കണം. സ്വർണം കാണാതായതിനെ കുറിച്ച് CBI അന്വേഷിക്കണം. അന്വേഷണത്തിന് തയ്യാറായില്ലെങ്കിൽ UDF ശക്തമായ പ്രക്ഷോഭം ആരംഭിക്കുമെന്നാണ് VD സതീശൻ ആലുവ പാലസിൽ വെച്ച് നൽകിയിരിക്കുന്ന മുന്നറിയിപ്പ്. ഉണ്ണികൃഷ്ണൻ പോറ്റി ആരാണെന്ന് പ്രതിപക്ഷം നിരന്തരം ചോദിച്ചിട്ടും സർക്കാർ കമാന്ന് മിണ്ടുന്നില്ല. ദേവസ്വം ബോർഡിനും മറുപടിയില്ല. സ്പോൺസർ എന്നാണ് പറയുന്നത്. 2019-ൽ സ്വർണ്ണപ്പാളി കൊണ്ടുപോയതിൽ ക്രമക്കേടുണ്ടെന്നും സ്വർണം നഷ്ടപ്പെട്ടെന്നും ദേവസ്വം ബോർഡ് തന്നെ കണ്ടെത്തിയിട്ടുണ്ട്. എന്നിട്ടും മൂടി വെച്ചു. ഇടനിലക്കാരനാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി എന്നും അതിന്റെ വിഹിതം എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടെന്നല്ലേ അർത്ഥമെന്ന് VD സതീശൻ ചോദിക്കുന്നു. അന്ന് ദേവസ്വം ബോർഡിലും സർക്കാരിലും ഉണ്ടായിരുന്നവർ അടിച്ചു മാറ്റിയ സ്വർണത്തിന്റെ പങ്ക് പറ്റിയിട്ടുണ്ട്. അതുകൊണ്ടാണ് സ്വർണത്തിൽ കുറവുണ്ടെന്ന് മനസ്സിലായിട്ടും അതേ ദേവസ്വം ബോർഡ് തന്നെ അതേ ആളിനെ വിളിച്ചു വരുത്തി വീണ്ടും ചെന്നൈയിലേക്ക് സ്വർണം പൂശാൻ കൊടുത്തുവിട്ടത് എന്തിനാണെന്ന് VD സതീശൻ ചോദിക്കുന്നു. 2019-ൽ പൂശിയ സ്വർണ്ണ പാളി പിന്നെ എന്തിനാണ് 2025-ൽ 6 വർഷം കഴിഞ്ഞ് പൂശുന്നത്? ഇതിനൊന്നും മറുപടിയില്ല. സ്പോൺസർ ആയതുകൊണ്ടാണോ വിളിച്ചതെന്നാണ് ദേവസ്വം ബോർഡ് പറയുന്നത്. ബോർഡ് പ്രസിഡന്റ് പറയുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റി 40 വർഷം വാറണ്ടി നൽകിയ സ്പോൺസർ ആണെന്നാണ്. ഇതിന് ഉത്തരവാദിയായ സ്പോൺസറെ തന്നെ ക്ഷണിച്ചു വരുത്തിയ സാഹചര്യത്തിൽ
മൊത്തം കാര്യത്തിന് വേണ്ടി എന്തിന് ഇയാളെ ക്ഷണിച്ചു എന്നാണ് ഇപ്പോഴത്തെ ചോദ്യം. സ്വർണത്തിൽ കുറവ് വരുത്തിയെന്ന രേഖ ദേവസ്വം ബോർഡിലുണ്ട്, പക്ഷെ അത് മൂടി വെച്ചോ. സ്വർണം എവിടെ പോയി എന്നതാണ് ചോദ്യം. ഗുരുതരമായ കുറ്റകൃത്യം ആര് ചെയ്തു? എന്നിട്ട് അതേ ആളെ തന്നെ ക്ഷണിച്ചതിന് കാരണം ദേവസ്വം ബോർഡിന്റെ പ്രധാന സ്ഥലങ്ങളിൽ ഇരിക്കുന്നവർക്ക് വ്യക്തമായി അറിയാമെന്നും അതാണ് അന്വേഷണം നടത്തേണ്ടതെന്നും വി ഡി സതീശൻ ആവശ്യപ്പെടുന്നുണ്ട്. കൂട്ടുകച്ചവടമാണ് ഇവിടെ നടന്നിരിക്കുന്നത്. എന്തുകൊണ്ടാണ് സ്വർണത്തിൽ വന്ന കുറവ് മൂടി വെച്ചത്? സർക്കാർ സ്ഥാപനമാണ്. എന്തുകൊണ്ട് അന്വേഷണം നടത്തിയില്ല? സ്വർണം കട്ടെടുത്തയാളെ എന്തിനു ക്ഷണിച്ചു വരുത്തി? ഈ 3 ചോദ്യങ്ങൾക്കാണ് ദേവസ്വം ബോർഡും സർക്കാരും ഉത്തരം നൽകേണ്ടതെന്ന് പ്രതിപക്ഷ നേതാവ് തറപ്പിച്ചു പറയുന്നു. ഉണ്ണികൃഷ്ണൻ പോറ്റി മാത്രമാണ് കുറ്റക്കാരനാണെങ്കിൽ 2019 സ്വർണത്തിൽ കുറവൊന്നും കണ്ടപ്പോൾ അയാൾ അന്ന് തന്നെ ഒഴിവാക്കണമായിരുന്നു, അല്ലെങ്കിൽ കേസെടുക്കാതിരുന്നത് കൂട്ടുകച്ചവടമായത് കൊണ്ടല്ലേ എന്നും പ്രതിപക്ഷം ചോദിക്കുന്നു. പുറത്തു വന്നില്ല എന്നെങ്കിൽ ഒരുപാട് സാധനങ്ങൾ ഇവിടെ നിന്ന് അടിച്ചു മാറ്റിയെന്നും സതീശൻ പറയുന്നു. അയ്യപ്പ വിഗ്രഹം അടിച്ചു മാറ്റത്തിൽ സംസ്ഥാന സർക്കാരിനോടും ദേവസ്വം ബോർഡിനോടും പ്രതിപക്ഷം നന്ദി പറയുന്നു. കുറെ സമയം കൂടെ കിട്ടിയിരുന്നെങ്കിൽ അതും സംഭവിച്ചേനെ. 1-2 പിണറായി സർക്കാരുകളിലെ ഉത്തരവാദിത്തപ്പെട്ടവർ പങ്കാളികളാണ്. അയ്യപ്പനോടുള്ള കപടഭക്തി മൂർധന്യത്തിൽ നിൽക്കുമ്പോഴും പിണറായി വിജയന് ഒരു പ്രതികരണവുമില്ലാത്തത് എന്തെന്നും വി ഡി സതീശൻ ചോദിക്കുന്നു. ഗുരുതരമായ കുറ്റകൃത്യത്തെ ലഘൂകരിക്കാനാണ് ഒരു പഴയ കാലത്തെ പറ്റി ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറയുന്നത്. 9.5 കൊല്ലമായിട്ടും അത് അന്വേഷിക്കാതിരുന്നത് ആരുടെ കുറ്റമാണ്? പ്രതിപക്ഷത്തിന്റെ കുറ്റമാണോ എന്ന് സതീശൻ അങ്ങോട്ട് ചോദിക്കുന്നു. അന്വേഷണത്തിന് തങ്ങൾ എതിര് പറഞ്ഞിട്ടില്ല. ഇപ്പോൾ അയ്യപ്പന്റെ സ്വർണം അടിച്ചു മാറ്റി. കോടിക്കണക്കിന് ഭക്തരുടെ മനസ്സിൽ ഇത് കൊണ്ടിരിക്കുന്നു, പ്രയാസമുണ്ടാക്കി. സ്പോൺസർമാർ കോടിക്കണക്കിന് രൂപ ഭക്തരിൽ നിന്ന് സമാഹരിച്ചതിന്റെ ഒരു അംശം മാത്രമാണ് ശബരിമല നൽകുന്നത്. ആ തട്ടിപ്പാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. നാളികേര കരാറും പുഷ്പത്തിനുള്ള കരാർ റദ്ദാക്കിക്കൊണ്ട് ഹൈക്കോടതി സെപ്റ്റംബർ 29 വിധി പുറപ്പെടുവിച്ചിട്ടുണ്ട്. കള്ളക്കച്ചവടമാണ്, സുതാര്യമില്ലാതെയാണ് കരാർ നടപ്പാക്കുന്നതെന്ന് ഹൈക്കോടതി തന്നെ പറഞ്ഞിരിക്കുന്നു. ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അന്നേ രാജിവെക്കേണ്ടതായിരുന്നെന്ന് പ്രതിപക്ഷം ചൂണ്ടിക്കാട്ടുന്നു. സമഗ്രം എന്ന് പറയുന്നത് ഇപ്പോഴത്തെ വിഷയങ്ങൾ ലഘൂകരിക്കാനാണ്. ഇപ്പോഴത്തെ വിഷയത്തിൽ ക്രിമിനൽ നടപടിക്രമം അനുസരിച്ചുള്ള കാര്യങ്ങൾ തന്നെ വേണം സർക്കാർ ചെയ്യാൻ. ബന്ധപ്പെട്ടവർ രാജിവെക്കണം. എന്നിട്ട് വിശാലമായോ സമഗ്രമായോ ശബരിമല ഉണ്ടായ കാലം മുതൽക്കോ അന്വേഷിക്കട്ടെ. അയ്യപ്പ ഭക്തർ കൊടുത്തുവിട്ട സ്വർണമാണ് കൊള്ളയടിച്ചത്. ഹൈക്കോടതി വിധിയിലും വ്യക്തമാണ്. ദ്വാരപാലക ശില്പവും പീഠവും എവിടെയായിരുന്നു? ദേവസ്വം ബോർഡ് ജീവനക്കാർ അനുഗമിച്ചില്ലെങ്കിൽ പിന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റി വീട്ടിലേക്ക്, ബന്ധുവിന്റെ വീട്ടിലേക്ക് ആ പീഠം എങ്ങനെ പോയി? ഹൈക്കോടതി നിയന്ത്രണത്തിൽ കർശനമായ അന്വേഷണമാണ് വേണ്ടത്. സൂക്ഷ്മമായ നിരീക്ഷണം നടത്തിയ ഹൈക്കോടതിയെ പ്രതിപക്ഷം അഭിനന്ദിക്കുന്നു. ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിൽ കേന്ദ്ര ഏജൻസി അന്വേഷിക്കട്ടെ. 5 കിലോ അല്ലാതെ യു പി ഗ്രൂപ്പ് നൽകിയ 30 കിലോ സ്വർണത്തിൽ ബാക്കി എത്ര പോയി എന്ന് കണ്ടെത്തണം. അതുകൊണ്ടാണ് അന്ന് നൽകിയ സ്വർണത്തിൽ എത്ര ബാക്കിയുണ്ടെന്ന് പ്രതിപക്ഷം ഇപ്പോൾ ചോദിക്കുന്നത്. ചെമ്പിൽ പൂശിയിരിക്കുന്ന സ്വർണം എപ്പോൾ വേണമെങ്കിലും അടിച്ചു മാറ്റാവുന്ന സാങ്കേതിക വിധിയാണ് ഇതിലും ഉപയോഗിച്ചിരിക്കുന്നത്. പൂശാൻ കൊണ്ടുപോയ സാധനങ്ങൾ നടൻ ജയറാമിന്റെ വീട്ടിലെത്തിച്ച് അദ്ദേഹത്തെ പറ്റിച്ചു. ഇത്തരത്തിൽ എത്ര പേരിൽ നിന്നും പണം വാങ്ങിയിട്ടുണ്ട്? അപ്പോഴൊക്കെ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥർ എവിടെയായിരുന്നു? ഉണ്ണികൃഷ്ണൻ പോറ്റിൽ നിന്നും കവർച്ചയുടെ പങ്ക് വാങ്ങിക്കാൻ ക്യൂ നിൽക്കുകയായിരുന്നു എന്നാണ് ചോദ്യം. അതുകൊണ്ട് കോടതിയുടെ നിയന്ത്രണത്തിലുള്ള സമഗ്രമായ അന്വേഷണമാണ് പ്രതിപക്ഷം ആവശ്യപ്പെടുന്നതെന്നും കോടതിയിലേക്ക് പോകേണ്ട സാഹചര്യമുണ്ടായാൽ വേണ്ടി വന്നാൽ പോകുമെന്നുമാണ് ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്.